ഇന്ന് നമുക്ക് എളുപ്പത്തിലൊരു സാൻഡ്വിച്ച് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് കുക്കുംബർ, ക്യാരറ്റ്, സവോള, കയ്യിലുള്ള വെജിറ്റബിൾസ് ആയ തക്കാളി, ക്യാബേജൊക്കെ ഇടാം കേട്ടോ. അതിൽ ചേർക്കുന്നത് ചില്ലി ഗാർലിക് സോസാണ്. അത് ഒരു 2 ടീസ്പൂൺ ചേർത്തു. പിന്നെ ഞാനിട്ടത് ഒറിഗാനോ ഇട്ട് കൊടുത്തു. പിന്നെ എരിവിന് ആവശ്യാനുസരണം നമുക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടിയും കൂടി ചേർക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ എരിവ് ചേർക്കുമ്പോൾ സൂക്ഷിക്കണം, കാരണം ചില്ലി ഗാർലിക് സോസ് ചേർക്കണ കാരണേ ചെറുതായിട്ടൊരു എരിവ് ഉണ്ടാവും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ഇത് മാത്രം കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ടേസ്റ്റ് ചെയ്തപ്പോൾ. പിന്നെ ഞാൻ ഒരു 2 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതൊന്ന് പതുക്കെ ഒന്ന് ബട്ടറോ ഗീയോ വെച്ചിട്ടൊന്ന് മൊരിച്ചെടുത്താൽ നല്ലതായിരിക്കും. അതിലേക്ക് നമ്മുടെ വെജിറ്റബിൾസിൻ്റെ മിക്സ് അങ്ങോട്ട് വെച്ച് കൊടുത്തു കേട്ടോ. നന്നായിട്ട് വെച്ച് കൊടുക്കുക. ഇങ്ങനെ കഴിക്കുമ്പോൾ കുട്ടികൾ കഴിക്കുകയും ചെയ്യും. ബ്രെഡിൻ്റെ ഉള്ളിൽ വെജിറ്റബിൾസും അതുപോലെ നമ്മൾ മുട്ട ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ടൊന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്, ഓംലെറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതും ഇതിൻ്റെ മുകളിലൊന്ന് വെച്ച് കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിൽ വേണമെങ്കിൽ കുറച്ച് വെജിറ്റബിൾസും കൂടി വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു ബ്രെഡും കൂടി വെച്ചിട്ട് അങ്ങനെ കഴിക്കുക. ഞാൻ പതുക്കെ ഇങ്ങനെ കട്ട് ചെയ്തു. 2 പീസാക്കി കട്ട് ചെയ്തു. കട്ട് ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ, കാരണം അതിൻ്റെ ഉള്ളിൽ നിന്ന് വെജിറ്റബിൾസൊക്കെ പുറത്തു പോകും. പക്ഷേ കട്ട് ചെയ്തിട്ട് കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഉള്ളിലിങ്ങനെ ലെയറായിട്ട് ഇരിക്കുമായിരുന്നു. പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കണേന്ന് വെച്ചാൽ ചീസിൻ്റെ സ്ലൈസ് ഉണ്ടല്ലോ, അതൊക്കെ ഇടയിൽ വെച്ചാൽ വളരെ നന്നായിരിക്കും, ടേസ്റ്റൊക്കെ കൂടും. ഇത് കണ്ടായിരിക്കണേ നല്ല രസമല്ലേ കാണാൻ മാത്രമല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്യുക. സൂപ്പർ ഐറ്റാ.